ഒരു മനുഷ്യൻ യഥാർത്ഥമായി ക്രിസ്തീയ വിശ്വാസിയാകുന്നത് അവൻ വ്യവസ്ഥാപിതമായി പ്രാർത്ഥിക്കുവാൻ പഠിക്കുമ്പോഴാണ്. വ്യവസ്ഥാപിതമായി കർത്താവ് പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാൻ ഒരു മനുഷ്യൻ എപ്പോൾ പ്രാപ്തിയുള്ളവനാകുന്നു, അപ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയാകുന്നത്. അതുവരെയും അവൻ ജാതികൾക്ക് തുല്യനാണ്, കപടഭക്തിക്കാരെ പോലെയാണ്, മറ്റുള്ളവരെ അനുകരിക്കുന്നവനാണ്, അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. ഇനി കപടഭക്തിക്കാരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അവർക്കില്ലാത്ത യോഗ്യതകളൊക്കെ പ്രകടമാക്കിക്കൊണ്ട് അവരൊരു പ്രാർത്ഥനാ മനുഷ്യരെന്നും ആത്മീയരെന്നും ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യരെന്നുമൊക്കെ മറ്റുള്ളവരെ കാണിക്കുവാൻ ചില ഭക്തികൾ അവർ അഭിനയിക്കുന്നു. കപടമായി അവർക്കതുണ്ട് എന്ന് അവർ നിർവചിക്കുന്നു, മറ്റുള്ളവരെ കാണിക്കുന്നു. പക്ഷെങ്കിൽ യഥാർത്ഥമായി അവരുടെ ജീവിതത്തിൽ ഭക്തി തൊട്ടിട്ട് പോലുമില്ല. അതിനുശേഷം കർത്താവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അപ്പോൾ ജൽപ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവം കേൾക്കുന്നതിന് വേണ്ടി, ദൈവത്തെ കേൾപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ വേണ്ടി പ്രത്യേകമായ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ശബ്ദത്തിൽ ദൈവത്തെ ആകർഷിക്കുന്ന ഒരു പ്രവണത. അത് ജാതികളുടെ പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു ബിംബാരാധന, ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴൊക്കെ ആ വിഗ്രഹത്തെ ഉണർത്തുന്ന രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി സംഘടിപ്പിക്കുന്ന പ്രാർത്ഥന പോലെ ആകരുത് നിന്റെ പ്രാർത്ഥന. അതിനുശേഷം കർത്താവ് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ, ജാതികളെ പോലെ നിങ്ങൾ അവർക്ക് തുല്യരാകരുത്. എന്താണ് അവർക്ക് തുല്യരാകരുതെന്ന് പറഞ്ഞാൽ, അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മഹത്വങ്ങൾക്ക് വേണ്ടിയും എപ്പോഴും സ്വാർത്ഥമായ ഇച്ഛയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, മോഹങ്ങൾക്ക് വേണ്ടി, അവരുടെ ആഗ്രഹങ്ങളുടെ സാഫല്യങ്ങൾക്ക് വേണ്ടി അവർ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനയ്ക്കെല്ലാം വ്യത്യാസമാകുകയാണ്. അവൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവനെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവനെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒക്കെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പലപ്പോഴും അത് നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമാണ്, അസാധ്യകരമായ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നാം ദൈവത്തെക്കാൾ എത്ര കുറഞ്ഞവരാണെന്ന് സമ്മതിക്കുന്ന ഒരു പ്രത്യക്ഷമായ സമർപ്പണ ബോധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്നതായ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ മന്ത്രി തലങ്ങളിലും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലുമൊക്കെ ചെന്നാൽ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചെന്നാൽ വർഷങ്ങളായിട്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ ഇതുവരെയും യാതൊരു തീരുമാനവും ആകാത്ത ഒരുപാട് ഫയലുകൾ നമുക്കവിടെ കാണും. അതിന് ചുവപ്പ് നാടകൾക്കുള്ളിലുള്ളതായ പേപ്പറുകൾ എന്നാണ് അതിന് പറയുന്നത്. അതിന്മേൽ ഉത്തരം കൊടുക്കാത്തതായ, മറുപടി കൊടുക്കാത്തതായ അനേക അപേക്ഷകളെ ചുവപ്പ് നാടകൾ കൊണ്ട് അത് കെട്ടിയാണ് ഗവൺമെൻറ് തലങ്ങളിൽ സൂക്ഷിക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിന്മേൽ തീരുമാനമായിട്ടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ധാരാളം അപേക്ഷകളുണ്ട്. ഒരിക്കൽ ഒരു ഗവൺമെൻറ് വിഭാഗത്തിൽ നിന്ന് അടുത്ത കാലത്ത് ഒരു പ്രത്യേകമായ ഒരു പേപ്പർ ലഭിക്കുന്നതിന് വേണ്ടി ഓൺലൈനായിട്ട് ഞാൻ അപേക്ഷിച്ചു. ആ അപേക്ഷ കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചത് 3-4 ദിവസത്തിനകം നിയമപ്രകാരം അതിനൊരു മറുപടി കിട്ടും. പക്ഷെങ്കിൽ ചില ആഴ്ചകളോളം കാത്തിരുന്നിട്ടും യാതൊരു വിധമായ മറുപടിയും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് സംശയമായി, എൻ്റെ അപേക്ഷ അവിടെ കിട്ടിയില്ലേ? ഞാൻ നേരിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറയുകയാണ്, അപേക്ഷ ഇവിടെ കിട്ടി, പക്ഷെങ്കിൽ അപേക്ഷിച്ചത് നിയമപ്രകാരമല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അപേക്ഷിക്കേണ്ടതെന്നുള്ളതായ അറിവില്ലായ്മ കൊണ്ടാണ് അത് ചെയ്തത്.
അതുകൊണ്ട് അതിന്മേലുള്ള മറുപടി കിട്ടിയില്ല. അപ്പോഴാണ് അവരെനിക്ക് പറഞ്ഞത് അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന ചില ഫോർമാറ്റുകളുണ്ട്. ആ അപേക്ഷാ ഫോറത്തിൽ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷം അതിന്മേൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയതായ ഒരു അഫിഡാവിറ്റും കൂടെ പ്രിൻ്റഡ് മാറ്ററിൽ തന്നെ അതിനുള്ളതായ ഫോർമാറ്റുണ്ട്. ആ അഫിഡാവിറ്റ് സൈൻ ചെയ്ത് അതിനോട് ചേർത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് 3 ദിവസത്തിനകം മറുപടി ലഭിക്കുന്നത്. അല്ലാത്തതൊക്കെ ഇവിടെ കെട്ടിക്കിടക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ശലോമോൻ രാജാവ് തൻ്റെ ആലയം കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഒരു ആലയം, മനോഹരമായ ആലയം പണി കഴിപ്പിച്ചു. അതിനുവേണ്ടി താൻ പണി കഴിപ്പിച്ചതായ ആലയത്തിൻ്റെ വിവരങ്ങളൊക്കെ ദിനവൃത്താന്ത പുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നിപ്പോവും. ശലോമോൻ അല്ലാതെ വേറെ ആർക്കും അങ്ങനെ ഒരു ആലയം പണിയുവാൻ കഴിയില്ല. അത്രയ്ക്ക് മഹത്വകരമായ, അതിശയകരമായ രീതിയിൽ പൊന്നും വെള്ളിയും അനേക കതിരമരങ്ങൾ കൊണ്ടും അനേക ഉരുപ്പടികൾ കൊണ്ടും രത്നങ്ങൾ കൊണ്ടും അലങ്കരിച്ചുണ്ടാക്കിയതായ വളരെ 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 ഓർക്കപ്പെടുന്ന അത്ഭുതങ്ങൾ പോലെ ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായ ആലയം ദൈവത്തിനു വേണ്ടി പണിതു. അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ശലോമോൻ നിൽക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ വചനം 2 ദിനവൃത്താന്തം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ നിനക്ക് എന്ത് തരണം എന്ന് ചോദിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ശലോമോൻ രാജസ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ ഭരിക്കുവാനും നയിക്കുവാനും മുന്നിട്ടിറങ്ങി. അധികാരത്തിൻ്റെ ചെങ്കോൽ തൻ്റെ കയ്യിലുണ്ട്. താൻ പറയുന്നതിനെ അനുസരിക്കുവാൻ ജനങ്ങൾ ബാധ്യസ്ഥരാണ്. ആലയത്തിലെ ശുശ്രൂഷകൾക്കൊക്കെ താൻ വേണ്ടതായ ക്രമീകരണങ്ങളെല്ലാം വരുത്തിയതിന് ശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനെ സമർപ്പിച്ചുകൊണ്ട് താൻ ഒരു പ്രാർത്ഥന നടത്തുകയുണ്ടായി. തൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പെട്ടെന്ന് അവന് പ്രത്യക്ഷനായി. അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒരു പക്ഷെങ്കിൽ ഒരു ദിവസം രാത്രിയിൽ നമുക്ക് മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മോട് ചോദിക്കുകയാണ്, നേരിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നമ്മുടെ ഉത്തരം എന്തായിരിക്കും? അതുവരെയും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നതായ അപേക്ഷകളുടെ എല്ലാം ഒരു വിവരണം നമ്മൾ എടുത്തു കാണിക്കും. ദൈവമേ, ഞാൻ ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപേക്ഷിക്കുന്നുണ്ടല്ലോ, അതിനെ എല്ലാം എനിക്ക് സാധിപ്പിച്ചു തരണം എന്ന് ഒറ്റ വാക്കിൽ നമ്മൾ ധൃതിയോടെ പറയും. അങ്ങനെ ശലോമോനോട് ദൈവം ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ശലോമോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിച്ചത്, നിന്റെ ജനമായ ഇസ്രായേലിനെ നടത്തുവാൻ തക്കതായ ജ്ഞാനവും അറിവും കൃപയും എനിക്ക് തരണം. താഴ്മയോട് കൂടിയതായ ഈ അപേക്ഷ ദൈവം കേട്ടപ്പോൾ ദൈവത്തിൻ്റെ മുഖം പ്രസാദിച്ചു. അപ്പോൾ ദൈവം ശലോമോനോട് പറയുന്നതായ ഒരു മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അതിങ്ങനെ വായിക്കുന്നു. ദൈവം ശലോമോനോട് അവന് പ്രത്യക്ഷനായി പറഞ്ഞത്, ധനം, സമ്പത്ത്, മാനം, ശത്രു നിഗ്രഹം എന്നിവയോ ദീർഘായുസോ ചോദിക്കാതെ നീ ജ്ഞാനം എന്നോട് ചോദിച്ചതുകൊണ്ട്, കൃപയ്ക്കായി അപേക്ഷിച്ചതുകൊണ്ട് നിനക്ക് ഉത്തരം തരുവാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ 5 കാര്യങ്ങളെക്കുറിച്ചുള്ളതായ അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. ഇതുവരെയും മറുപടി ലഭിക്കാത്ത അനേക അപേക്ഷകൾ, കോടാകോടി അപേക്ഷകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കെട്ടിക്കിടക്കുകയാണ്. എന്തൊക്കെയാണെന്നറിയാമോ? ധനം, സമ്പത്ത്, ദീർഘായുസ്. അവിടെ 5 കാര്യങ്ങളെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. ധനം, സമ്പത്ത്, മാനം, ശത്രു നിഗ്രഹം, ദീർഘായുസ്. നമുക്ക് മാന്യത വേണം, നമുക്ക് സമ്പത്ത് വേണം, നമുക്ക് ധനം വേണം, ദീർഘായുസ് വേണം, നമ്മുടെ ശത്രുക്കളെ എല്ലാം നിഗ്രഹിക്കണം.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, 5 കാര്യങ്ങൾ അടങ്ങുന്നതായ വചന ശുശ്രൂഷയാണ് മനുഷ്യർക്കിഷ്ടം. അതിന് കിട്ടുന്ന റീച്ച് വളരെ വലുതാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കാണും, വായിക്കും. ശത്രു നിഗ്രഹം, നിന്റെ ശത്രുവിനെ ഞാൻ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒന്ന് പ്രസംഗിച്ചാൽ, അല്ലെങ്കിൽ അത് വളരെ താല്പര്യം. കാരണം മനുഷ്യൻ്റെ പ്രതികാര ചിന്ത അത്രയ്ക്ക് കഠിനമാണ്. ധനത്തെക്കുറിച്ചും മാനത്തെക്കുറിച്ചും ഈ ലോകത്തിലുള്ള സമ്പത്തിനെക്കുറിച്ചും ഒരു പ്രസംഗം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഉറക്കളിച്ചത് കേൾക്കും. കാരണം നിന്റെ സ്വാർത്ഥമായ ആഗ്രഹം ധനത്തിന്മേലും സമ്പത്തിന്മേലും കെട്ടിക്കിടക്കുകയാണ്. ദീർഘായുസ് നിനക്ക് ആവശ്യമാണ്. ദീർഘായുസിന് വേണ്ടി എന്തും എവിടെ ലോകത്ത് ഓടുന്നു. ഏത് പ്രാർത്ഥനയിലും ഏത് പള്ളിയിലും ഏത് സ്ഥാനങ്ങളിലും പോയി അതിനുവേണ്ടി യാഗം കഴിക്കുവാൻ, നേർച്ച കഴിക്കുവാൻ നിനക്ക് വെമ്പലാണ്. മരണത്തെക്കുറിച്ചുള്ളതായ ഒരു ഭയം, മരിക്കാതിരിക്കണം, ദീർഘായുസ്. 5 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മറുപടി കൊടുക്കാതെ കെട്ടിക്കിടക്കുന്നത്. ദൈവം ശലോമോനോട് പറഞ്ഞ കാര്യമാണ്. ധനം, മാനം, സമ്പത്ത്, ദീർഘായുസ്, ശത്രുനിഗ്രഹം എന്നിങ്ങനെ അനേക കാര്യങ്ങൾ നീ ചോദിക്കാതെ, കൃപയും ജ്ഞാനവും നീ എന്നോട് ചോദിക്കിയാൽ ഞാൻ നിനക്ക് ഉത്തരം തരുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നീ ചോദിക്കാതെ തന്നെ ധനവും മാനവും സമ്പത്തും ദീർഘായുസും ഒക്കെ ഞാൻ ഇതാ നിനക്ക് തരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്നത് വേറെ, ചോദിക്കാതെ ദൈവം കൊടുക്കുന്നത് വേറെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ആവശ്യമുള്ളത് എന്തെന്ന് ദൈവം അറിയുന്നു. പിന്നെ എന്ത് പ്രാർത്ഥിക്കണം? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവ് ഒരു പ്രാർത്ഥനയുടെ ഒരു ഫോർമാറ്റ് പറഞ്ഞ ആ ഫോർമാറ്റ് നമ്മൾ വീണ്ടും വീണ്ടും ഉരുവിടുകയാണോ? അങ്ങനെയെങ്കിൽ അത് പ്രാർത്ഥനയുടെ ബിംബമായി പോകും, പ്രാർത്ഥനയുടെ വിഗ്രഹം തീർക്കലായി പോകും. ആ പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞതായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് അറിയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവവും നമ്മളുമായിട്ട് പിതൃപുത്ര ബന്ധത്തിൽ വരുമ്പോഴാണ് ദൈവത്തിന് കൊടുക്കുന്നതായ യാഗവും മാനവും പുകഴ്ചയും ദൈവം തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് അംഗീകരിക്കുന്നത്. ദൈവത്തിൻ്റെ സകല സമ്പത്തുകൾക്കും അനുഗ്രഹങ്ങൾക്കും അവകാശികളാകുന്നത് നാം ദൈവത്തോട് പിതൃപുത്ര ബന്ധത്തിൽ വരുമ്പോഴാണ്. നോക്കൂ, ശലോമോനോട് ദൈവം പറയുന്നത്, നീ മറ്റൊന്നും മറ്റുള്ളവർ ചോദിക്കുന്നത് പോലെ നീ ചോദിച്ചില്ല. അനേകർ എൻ്റെ സന്നിധിയിൽ ഇതൊക്കെയാണ് ചോദിക്കുന്നത്, അതിന് മറുപടി കൊടുക്കുവാൻ താമസിക്കുന്നു. അവർക്ക് ധനം വേണം, അവർക്ക് സമ്പത്ത് വേണം, അവർക്ക് മാന്യതകൾ വേണം, അവർക്ക് ഉയർച്ച വേണം, ദീർഘായുസ് വേണം. അവരുടെ ശത്രുക്കളെ എല്ലാം ഞാൻ നിഗ്രഹിക്കണം. അങ്ങനെ ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുമോ? ദൈവം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ശിഷ്യന്മാരെ കർത്താവ് ഒരുപക്ഷെങ്കിൽ ശിഷ്യന്മാർ പോലും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് അടിമകളായിരുന്നു. അവരെ കർത്താവ് വകതിരിച്ചു കൊണ്ടുവന്ന് യഥാർത്ഥമായിട്ടുള്ളതായ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും സകലർക്ക് വേണ്ടിയും യാചന കഴിക്കുവാനും ഒക്കെ അവരെ അഭ്യസിപ്പിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്തെന്ന് ദൈവം അറിയുന്നു എന്നുള്ളതായ വിശ്വാസമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥമായി വിശ്വാസിയാക്കുന്നത്, ക്രിസ്ത്യാനിയാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളകുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ലഭിക്കുന്നതായ സമാധാനം, ധനവും മാനവും ഉയർച്ചയും സമ്പത്തും ദീർഘായുസും അല്ലെങ്കിൽ ശത്രുനിഗ്രഹവും ചോദിക്കുമ്പോൾ അതൊന്നും നടക്കാത്തതിൽ വീണ്ടും 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 നമ്മുടെ ഹൃദയം ഭാരപ്പെട്ടു പോകുന്നതല്ലാതെ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ടാകുകയില്ല. ജീവിതത്തിൽ നമുക്ക് സമാധാനം പ്രാപിക്കുവാൻ കഴിയില്ല. നാം ചോദിക്കുന്നതിന് മുൻപ് ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു. നമുക്കിന്നത് വേണമെന്നുള്ളത് ദൈവമാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതായ ഒരു ബോധം നമ്മളെ ഭരിക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനം കടന്നു വരുന്നു. ദൈവം നമ്മെ അറിയുന്നു എന്നുള്ളതായ ഒരു ചിന്ത, കർത്താവ് പറഞ്ഞതായ കാര്യങ്ങൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ശിഷ്യന്മാർക്കില്ലാത്തതായ ഒരു ദിവ്യ അനുഗ്രഹ പ്രാർത്ഥന, അല്ലെങ്കിൽ ഒരു അനുഭവം, ഒരറിവ്, ഒരു ജ്ഞാനം, ദൈവത്തെ പിതാവെന്ന് വിളിക്കുകയോ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടതായ ഒരു വാർത്തയാണ്. അങ്ങനെ ദൈവം നമ്മുടെ പിതാവാകുന്നു, നാം ദൈവത്തിന് പുത്രന്മാരാകുന്നു എന്നുള്ള ഒരു ബോധം കർത്താവിത കൊണ്ടുവരികയാണ്.
അതിനുശേഷം കർത്താവിൻ ദൈവത്തോട് നാം ചോദിക്കുന്നതൊന്നും ധനവും മാനവും ഐശ്വര്യവും ഉയർച്ചയും ശത്രുതയും ഗ്രഹവുമല്ല. എൻ്റെ ശത്രുക്കളോട് ക്ഷമിക്കുവാൻ എനിക്ക് കൃപ തരണമേ, അങ്ങനെ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ സ്വഭാവം മാറുന്നു. അന്നത്തേക്കുള്ളതായ ആഹാരം ഞങ്ങൾക്ക് തരണമെന്ന് പറയുമ്പോൾ ധനവും മാനവും സമ്പത്തും എല്ലാം ആ ഒരു വാക്കിൻ്റെ അർത്ഥസാഗ്രിഹ്യത്തിലേക്ക് കടന്നു വരികയാണ്. എന്താണ് ദൈവം പ്രസാദിക്കുന്നതായ പ്രാർത്ഥന, പ്രസാദിക്കാത്ത പ്രാർത്ഥന ഏതാണ്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തത് നമ്മുടെ ജീവിതത്തിലെ സ്വാർത്ഥമായ ആഗ്രഹങ്ങളും മോഹങ്ങൾക്കും അധീനമായ പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥനയും അപേക്ഷയും നാം മാറ്റുമ്പോഴാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങൾ ദൈവവും നിങ്ങളുമായിട്ട് അപ്പനും മക്കളും എന്നുള്ളതായ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തിരിച്ചറിയുന്നു. അവൻ നിനക്ക് എപ്പോൾ എങ്ങനെ വേണം, എങ്ങനെയാണ് നിന്നെ നടത്തേണ്ടതെന്നുള്ളതായ ഒരു അറിവ് സ്വർഗത്തിനുണ്ട്. അവൻ നിന്നെ അറിഞ്ഞുകൊണ്ടാണ് നിന്നെ തൻ്റെ സ്നേഹത്തിൽ വിളിച്ചത്. വിളിച്ചവൻ വിശ്വസ്തനാണ്, നിന്റെ ആവശ്യങ്ങളെ തക്ക സമയത്ത് നിറവേറ്റി തരുവാൻ അവൻ ശക്തനും അവൻ അതിനുവേണ്ടി അവൻ ഉത്സാഹിച്ചിരിക്കുന്നവനുമാണ്. നമ്മുടെ പ്രാർത്ഥന വ്യവസ്ഥാപിതമാകുമ്പോൾ, സ്വർഗത്തിന് പ്രസാദകരമാകുമ്പോൾ നമുക്ക് ഉത്തരം തരുവാൻ അവൻ വളരെ വേഗം പ്രത്യക്ഷനാകും. ഇല്ല എങ്കിൽ സ്വാർത്ഥത നിറഞ്ഞതായ പ്രാർത്ഥനയാണെങ്കിൽ ഉത്തരം കിട്ടാതെ വീണ്ടും വീണ്ടും ജാതികളെ പോലെ ജൽപ്പനം ചെയ്ത് അനേക ശബ്ദങ്ങൾ കൊണ്ടും അനേക കോലാഹലങ്ങൾ കൊണ്ടും ദൈവത്തെ ഉണർത്താമെന്നുള്ളതായ മൗഢ്യമായ ചിന്തയിലേക്ക്, വിശ്വാസത്തിലേക്ക് നമ്മൾ വീണുപോകുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് കർത്താവിൻ്റെ വചനം നിങ്ങളെ പഠിപ്പിക്കുകയും അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ വാസ്തവമായി പ്രാർത്ഥന മനുഷ്യനെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്നു, ദൈവത്തെങ്കിൽ വിശ്വാസമുള്ളവരാക്കി തീർക്കുന്നു. ദൈവം സർവശക്തൻ എന്നുള്ളതായ വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കപ്പെടുമ്പോൾ അവൻ യാചിക്കുന്ന വിഷയങ്ങളിന്മേൽ എങ്ങനെയാണ് ഞാൻ അപേക്ഷിക്കേണ്ടതെന്നുള്ളതായ ഒരു ജ്ഞാനവും ദൈവത്തിൽ നിന്ന് അവന് ലഭിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.